ഇന്ന് ജയിൽ നോമിനേഷനുള്ള ദിവസമായിരുന്നു. അപ്പം 8 വോട്ട് കിട്ടിയിരിക്കുന്ന നോറയ്ക്ക് 5 വോട്ട് അഭിഷേക്, 5 വോട്ട് ശ്രീതു. ഇങ്ങനെയാണ് വോട്ടിംഗ് ലിസ്റ്റ് പോയത്. മറ്റംഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ വോട്ട് വന്ന ഇവർക്കായിരുന്നു. അപ്പൊ അഭിഷേകിനും ശ്രീതുവിനും ഒരേ വോട്ടായതുകൊണ്ട് അവര് തമ്മിലെ ഒരു തീരുമാനം എടുത്ത് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കണം എന്ന് പറഞ്ഞു. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിന്നു. ലാസ്റ്റ് പറഞ്ഞു ഇപ്പൊ ശ്രീതുവിന് വോട്ട് ചെയ്തവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് വീണ്ടും വോട്ട് ചെയ്യാൻ ഒരു അവസരം കൂടെ കൊടുത്തു. അഭിഷേകിനും ശ്രീതുവിനും വോട്ട് ചെയ്തവർക്ക്. അങ്ങനെ വന്നപ്പം കുറച്ചുപേര് ജാസ്മിനൊക്കെ ഇപ്പൊ വോട്ട് ചെയ്തിരിക്കുന്നത് ശ്രീധുവിന് കൊടുത്ത വോട്ട് നേരെ തിരിച്ച് അഭിഷേകിന് കൊടുത്തു. അങ്ങനെ അഭിഷേകും നോറയുമാണ് ഇപ്പൊ ജയിൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം അവിടെ ഒരു ബഹളമൊക്കെ നടന്നിട്ടുണ്ട്. അതായത് അഭിഷേകും ജാസ്മിനും കൂടെ നല്ല അടിയൊക്കെ ആയിരുന്നു കേട്ടോ. ആ രീതിയിലൊക്കെ പോയായിരുന്നു. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. നോമിനേഷനിൽ ഇപ്പൊ അവർ രണ്ടുപേരാണ് ജയിൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത്. ഇന്ന് ശരിക്കും ജിൻഡു അല്പം ബുദ്ധിമുട്ടിനുള്ള ദിവസമായിരുന്നു. എന്താണെന്ന് അറിഞ്ഞുകൂടാ. മെഡിക്കൽ റൂമിലേക്കൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് രണ്ട് നിലപാടുള്ള ഒരു വ്യക്തിയായിട്ട് ചിലപ്പോൾ അൻസിബയെ തോന്നും. അൻസിബ, അഭിഷേക്, ഋഷി ഇവരെല്ലാം കൂടെ റൂമിൽ ഇരുന്ന് സംസാരിക്കുമ്പം അൻസിബ പറയുന്നുണ്ട്, ഉറക്കെ ബഹളം വെക്കുന്നവര് കൊള്ളാത്ത ആൾക്കാരാണ്, മോശപ്പെട്ട ആൾക്കാരാണെന്നാണ് എന്റെ വീട്ടിൽ നിന്ന് എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം. അത് ഈ അഭിഷേകും ജാസ്മിനും കൂടെ ബഹളം വെച്ചതിന് ശേഷമാണ് ഈ പറയുന്നത്. അപ്പൊ ഇവരെ ഇരുത്തിക്കൊണ്ടുമാണ് ഈ അൻസിബ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അൻസിബ ഒരു കാര്യം ഓർക്കുന്നില്ല. കാര്യം ഈ ഋഷിയുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ബഹളം വെച്ചിട്ടുള്ള വ്യക്തി ഋഷിയാണ്. പക്ഷെ ഋഷി ചെയ്യുന്നതിന് കുറ്റമില്ല, അത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഋഷി നല്ല പയ്യനാണ്, എല്ലാ രീതിയിലും ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞ് എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് കൂടുതൽ ശബ്ദത്തിൽ സംസാരിക്കുന്നവര് മോശപ്പെട്ട ആൾക്കാരെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് നിലപാടുള്ള വ്യക്തിയാണോ അൻസിബ എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. കാര്യം കുറച്ച് ആൾക്കാർ, ഇഷ്ടമുള്ള ആൾക്കാർ ഉച്ചത്തിൽ സംസാരിച്ചാൽ അത് കുഴപ്പമില്ല, ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഉച്ചത്തിൽ സംസാരിച്ചാൽ അത് മോശപ്പെട്ട വ്യക്തികൾ എന്നുള്ളൊരു രീതിയിലാണ് അഭിഷേകിനെ കൂടെ ഇരുത്തിക്കൊണ്ടുകൂടെ അൻസിബ സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി മുന്നോട്ടുള്ള രീതിയിൽ ഏത് രീതിയിലുള്ള നിലപാടായിരിക്കും അൻസിബ കാണിക്കുന്ന എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന് ലൈവിൽ അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്.